3 months-ന്റെ കോഴ്സ് കൊണ്ട് 80 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഞാൻ 30K എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊരു പ്രോപ്പർ മെൻറ്റർഷിപ്പ് വേണം. അത് CDA നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് പോസിബിൾ ആയത് CDA കിട്ടിയ ഒരു പുഷ് തന്നെയായിരുന്നു. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതെങ്ങനെ പ്രോപ്പറായിട്ട് കോണ്ടന്റ് ബിൽഡ് ചെയ്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു നല്ല ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് വേണം. അത് പോസിബിൾ ആവാൻ CDA ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ ആം റാഷിഫ. ഞാനൊരു 8 കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം എന്നുള്ളൊരു തോട്ട് വരുന്നത്. ആ സമയത്ത് ഞാൻ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ അക്കാഡമീസിലും എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ CDA പഠിച്ച ആളാണ്. ആൾ കോൺവെക്കേഷൻ കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ CDA പ്ലേസ്ഡ് ആയി ഇൻ ഖത്തർ. അപ്പോൾ ആളാണ് എനിക്ക് CDA ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നുള്ളത് സജസ്റ്റ് ചെയ്തത്. സോ ഇതാണ് CDA ഞാൻ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രൈമറി റീസൺ. പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് CDA പഠിച്ചു തുടങ്ങിയ സമയത്താണ്. അവിടുത്തെ അസൈൻമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് പോസിബിൾ ആയത് CDA കിട്ടിയ ഒരു പുഷ് തന്നെയായിരുന്നു. ആൻഡ് ഓൾസോ ഇതിലൂടെ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് എനിക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റി. ഇതിലൂടെ ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വന്നു. കൊളാബ് ആയാലും പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുന്നതാണെങ്കിലും ബ്രാൻഡ് വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ആസ് എ ബിഗിനർ ഇൻ കോണ്ടന്റ് ക്രിയേറ്റർ മൈക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം, ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യണം, ട്രൈപോഡ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിലൊക്കെ അപ്പുറം നല്ല കോണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിച്ചത് CDA വന്നതിൻ്റെ ശേഷമാണ്. ഞാൻ പേഴ്സണലി CDA പഠിച്ചതുകൊണ്ട് എന്താ അച്ചീവ് ചെയ്തതെന്ന് വെച്ചാൽ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ വരെ, ഫോർ എക്സാമ്പിൾ കോണ്ടന്റ് കലണ്ടർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പഠിച്ചത് CDA ജോയിൻ ചെയ്തതിൻ്റെ ശേഷമാണ്.